നഴ്സിംഗ് ഗവേഷണത്തിൽ കിട്ടുന്ന അക്കങ്ങൾക്ക് പിന്നിലെ കഥ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇന്ന് നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഡേറ്റാ വ്യാഖ്യാനം എന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നിനെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏതൊരു ഗവേഷണത്തിലും ഒരു വലിയ വെല്ലുവിളിയുണ്ട്. അതായത്, നമുക്ക് കിട്ടുന്ന ഡേറ്റയും അതിന്റെ യഥാർത്ഥ അർത്ഥവും തമ്മിലൊരു വിടവുണ്ട്. നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. പഠനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഡാറ്റ കിട്ടുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വെറും അക്കങ്ങൾ കൊണ്ട് മാത്രം ഒരു രോഗിയുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. അല്ലേ? ഇതുപോലൊരു പട്ടിക കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. ഈ കിട്ടിയ റിസൾട്ടുകളെ നമുക്ക് പ്രയോജനമുള്ള ഒന്നാക്കി മാറ്റാൻ ഒരു വഴി വേണം. അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് അക്കങ്ങളെയും രോഗികളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന പ്രവൃത്തികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണ്. ശരി, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പാലം പണിയുന്നത്? ഡേറ്റയെ ശരിക്കുമുള്ള അറിവായി മാറ്റാനുള്ള ആദ്യത്തെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഒരു ശരിയായ വ്യാഖ്യാനം തുടങ്ങുന്നത് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ്. ഒന്നാമത്തേത്, നമ്മൾക്ക് കിട്ടിയ ഫലങ്ങൾ നമ്മൾ പഠനം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങളുമായി ചേരുന്നുണ്ടോ? പിന്നെ രണ്ടാമതായി, ഈ ഫലങ്ങൾ നിലവിലുള്ള ശാസ്ത്രീയ അറിവുകളുടെ വലിയ ലോകത്ത് എവിടെയാണ് ഫിറ്റാവുന്നത്? ഈ ഫ്ലോ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ഇത് വളരെ വ്യക്തമായിട്ട് ആ കാര്യം കാണിക്കുന്നുണ്ട്. ഗവേഷണം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല. നിലവിലുള്ള അറിവിൽ നിന്ന് തുടങ്ങി അതിനൊരു ചട്ടക്കൂടുണ്ടാക്കി അതിൽ നിന്നാണ് നമ്മൾ നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. അതായത്, നമ്മുടെ കണ്ടെത്തലുകൾ എപ്പോഴും ഈ ഒരു വലിയ ചിത്രവുമായി ബന്ധപ്പെട്ടിരിക്കും. ഇത് നമ്മളെ നേഴ്സിംഗ് ഗവേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന്. ഒരു സൈഡിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്, അതായത് കിട്ടിയ ഫലം യാഥാർത്ഥ്യമാണോ അതോ വെറും യാദൃച്ഛികമായി സംഭവിച്ചതാണോ എന്ന ചോദ്യം. മറുഭാഗത്ത് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, അതായത് കിട്ടിയ ഫലം രോഗികളെ പരിചരിക്കുന്നതിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ എന്ന ചോദ്യം. പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഒരുപക്ഷെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റുന്നതും ഇവിടെയാണ്. ഇവ രണ്ടും ഒന്നല്ല. ഒരു ഉദാഹരണം പറയാം. ഒരു പുതിയ വേദനാ സംഹാരി സ്റ്റാറ്റിസ്റ്റിക്കലി വളരെ ഫലപ്രദമാണെന്ന് ഒരു പഠനം കണ്ടെത്തിയെന്ന് കരുതുക. പി വാല്യൂ ഒക്കെ 0.001-ൽ താഴെയാണ്. പക്ഷേ വേദനയിലുണ്ടായ കുറവ് വളരെ ചെറുതാണെങ്കിലോ? രോഗിക്ക് ഒരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്തു പ്രയോജനം? അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. എങ്കിലേ നമുക്ക് ഡാറ്റയെ സത്യസന്ധതയോടും ഉത്തരവാദിത്വത്തോടും കൂടി വ്യാഖ്യാനിക്കാൻ കഴിയൂ. ഇതിന് പ്രധാനമായും 3 നിയമങ്ങളുണ്ട്. 1. പഠനത്തിനുണ്ടായ പരിമിതികളെക്കുറിച്ച് തുറന്നു പറയുക. 2. കിട്ടിയ ഫലങ്ങളെ പെരുപ്പിച്ചു കാണിക്കാതിരിക്കുക. പിന്നെ എല്ലാത്തിനും മുകളിൽ നമ്മൾ ഉപയോഗിച്ച ഡേറ്റ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം അവസാനം നമ്മുടെ ലക്ഷ്യം സത്യം കണ്ടെത്തുക എന്നതാണ്. നമുക്കാവശ്യമുള്ളൊരു ഫലം കിട്ടാൻ വേണ്ടി ഡേറ്റയിൽ കൃത്രിമം കാണിക്കുന്നത് അത് ആ മുഴുവൻ ശാസ്ത്രീയ പ്രക്രിയയെയും ഇല്ലാതാക്കും. അപ്പോൾ ഈ കഴിവ് നേടുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? എന്താണ് ഇതിന്റെ യഥാർത്ഥ പ്രയോജനം? കാരണം വളരെ ലളിതമാണ്. കൃത്യമായൊരു വ്യാഖ്യാനമില്ലെങ്കിൽ ഗവേഷണം വെറുമൊരു കടലാസായി ഒതുങ്ങിപ്പോകും. എന്നാൽ ശരിയായ വ്യാഖ്യാനമാണ് അതിന് രോഗികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു ശക്തമായ ഉപകരണമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യം ഈ ചോദ്യമാണ്. ഇത് സത്യമാണോ എന്ന് ചോദിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പക്ഷേ ഇതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് യഥാർത്ഥ നഴ്സിംഗ് തുടങ്ങുന്നത്. ഈ ഒരൊറ്റ ചോദ്യമാണ് വെറുതെ വായിക്കുന്നതും ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കി വ്യാഖ്യാനിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം.